ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 3 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 105 ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഈ സമയത്താണ് റിനി ആൻ ജോർജ് എന്ന യുവനടി രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ വെളിപ്പെടുത്തൽ റിപ്പോർട്ടറിലൂടെ നടത്തുന്നത്. ഗുരുതരവും ഗൗരവമുള്ളതുമായ ആ ആരോപണങ്ങളിൽ അന്നേ ആ പെൺകുട്ടി പറയാതെ പറഞ്ഞതാണ് അയാളുടെ പേര്. കേട്ടാൽ നടുങ്ങുന്ന, കേട്ടിരിക്കാൻ കഴിയാത്ത ക്രൂരതയുടെ തെളിവുകൾ പലതും പുറത്തു വന്നിട്ടും പരാതിയുണ്ടോ എന്നതായിരുന്നു അയാളുടെ ചോദ്യം. ഹൂ കെയേഴ്സ് എന്നതായിരുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡ്. ആരോപണമുയർന്ന മണിക്കൂറുകൾക്കുള്ളിൽ ഔദ്യോഗികമായി പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും അനൌദ്യോഗികമായി വേട്ടക്കാരന് കുട പിടിച്ചവർ നിരവധിയാണ്. ചെല്ലും ചെലവും കൊടുത്ത് കൂടെ കൂട്ടിയ, മുഖമുള്ളതും ഇല്ലാത്തതുമായ സൈബർ ഗുണ്ടാപ്പട കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ഇരകളായ പെൺകുട്ടികളെ പിച്ചി ചീന്തിയപ്പോഴും മുഖത്ത് ഒരു പരിഹാസ ചിരിയായിരുന്നു അയാൾക്ക്. പേരിനൊരു നടപടി എന്നതിനപ്പുറം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വേട്ടക്കാരൻ സജീവ സാന്നിധ്യമായി. ഒടുവിൽ അയാളുടെയും കൂട്ടാളികളുടെയും ഭീഷണി വകവയ്ക്കാതെ ക്രൂരതയ്ക്കിരയായ പെൺകുട്ടികളിൽ ഒരാൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു നൽകിയ പരാതി ഇന്നെത്തി നിൽക്കുന്നത് അറസ്റ്റിന്റെ വക്കിലാണ്. മുൻകൂർ ജാമ്യത്തിനായി വേട്ടക്കാരൻ ഉയർത്തിയ വാദങ്ങളൊന്നും കോടതി കേട്ടില്ല. അറസ്റ്റിന് തടസ്സമില്ല, അഴിക്കുള്ളിലേക്കെന്ന് ഉറപ്പായതോടെ പാർട്ടിയും MLA യെ പുറത്താക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളോട് മുൻപും പലവട്ടം പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുന്നു, നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും ഒരു നാൾ അവിടെ നിന്ന് താഴെയിറങ്ങും. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? രാഹുൽ മാക്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയും കോൺഗ്രസ് പാർട്ടിയും കൈവിട്ടത് ഒരേ ദിനം. മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന ആവശ്യവും തള്ളി. കോടതി വിധി വന്ന് 5 മിനിറ്റിനകം യുവനേതാവിനെ കോൺഗ്രസ് പുറത്താക്കി. തെറ്റുകാരൻ ബോധ്യമുണ്ടായിട്ടും നേതാവിനെതിരെ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതും ആരോപണങ്ങൾക്കിടെ മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ കണ്ണടച്ചതും കോൺഗ്രസ് പാർട്ടിക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. ആ പരിക്കിന്റെ മുറിവുണക്കാൻ ഇപ്പോഴത്തെ പുറത്താക്കൽ മതിയാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? ഇരകളെ തിരഞ്ഞുപിടിച്ച് ക്രൂരമായി വേട്ടയാടിയിട്ടും സമൂഹത്തിന്റെ ചോദ്യങ്ങളോട് ഹൂ കെയേഴ്സ് എന്ന പുച്ഛത്തോടെ ചോദിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ ഒടുവിൽ സ്വന്തം പാർട്ടിയും കൈവിട്ടു. കോൺഗ്രസ് പാർട്ടിക്ക് വൈകി വന്ന വിവേകം. പക്ഷേ ആ വൈകൽ ഉണ്ടാക്കിയേക്കാവുന്ന പരുക്ക് എത്രയെന്നറിയാൻ ഇനി അധിക നാളില്ല. എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഈ വാക്കുകൾ പറഞ്ഞ നേതാവിന്റെ പേരിൽ സമൂഹത്തിൽ അടിമുടി ഉലയുകയായിരുന്നു ഇത്രനാളും പാർട്ടി. ജീവൻ മരണ പോരാട്ടത്തിലൂടെ ഒരു തിരിച്ചുവരവിനായി ശ്രമിച്ച പാർട്ടിക്കും പ്രവർത്തകർക്കും ഒരു നേതാവിന്റെ ചെയ്തികൾ കൊണ്ട് തല താഴ്ത്തേണ്ടി വന്ന അവസ്ഥ. എത്ര വലിയ നേതാവായ ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. എന്നാൽ തെറ്റുകാരനെന്ന ബോധ്യത്തിൽ പാർട്ടി 2 തട്ടിലായിപ്പോയി. ചിലർ കടുപ്പിച്ചപ്പോൾ ചിലർ കരുതലൊരുക്കി. എതിർത്തവർ സൈബറിടത്ത് ആക്രമിക്കപ്പെട്ടു. പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടും പാർട്ടിക്കാരനായി തന്നെ അയാൾ മണ്ഡലത്തിലെത്തി, നിയമസഭയിലെത്തി. ചിലർ തോളിലേറ്റി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി. ഇത് പാർട്ടിയോടും എതിർത്തവരോടുമുള്ള വെല്ലുവിളി കൂടിയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ സർക്കാരിനെ വിറപ്പിക്കാൻ പ്രഹരശേഷിയുള്ള വജ്രായുധം കയ്യിൽ കിട്ടിയിട്ടും തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുകാലമായിരുന്നു. പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയിട്ടും എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്ന ചോദ്യത്തിനു മാത്രം നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വന്നു. നിയമത്തിന് മുന്നിൽ നിന്ന് ഒളിച്ചോടിയ MLA ആകട്ടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പല കാര്യങ്ങളും സമ്മതിക്കുകയും ചെയ്തു. ഒന്നിനു പിറകെ മറ്റൊരു പരാതി കൂടി വന്നതോടെ വനിതാ നേതാക്കളും ഹൈക്കമാൻഡും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഒരു നിമിഷം പോലും വൈകരുതെന്ന് ആണയിട്ട് പറഞ്ഞു. ഉചിതമായ സമയത്തിനായി കാത്തിരിക്കാനായിരുന്നു അപ്പോഴും നേതൃത്വത്തിന്റെ മറുപടി.
ഒടുവിൽ കോടതി കൂടി കൈവിട്ടപ്പോൾ 5 നിമിഷം കൊണ്ട് ആ തീരുമാനമെടുത്തു. രാഹുൽ മാക്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്നാൽ ഈ ബ്രഹ്മാസ്ത്രം ആരോപണമുയർന്ന ആദ്യ നാൾ എടുത്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മൂർച്ചയോടെ ആർജവത്തോടെ തല ഉയർത്തി തിരഞ്ഞെടുപ്പ് ഗോതയിൽ കോൺഗ്രസിന് പൊരുതാമായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് MLA സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇനി പാർട്ടിക്ക് സാധിക്കുമോ എന്നാണ് അറിയേണ്ടത്. രാജിവെക്കുന്നതാണ് നല്ലത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ ചോദ്യത്തിലാക്കിയ ഒരു വിധിയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി കൂടി പൂർണ്ണമായും കഴിഞ്ഞതോടെ രാജിവെക്കുമോ, എപ്പോൾ രാജിവെക്കുമെന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട അഭ്യൂഹങ്ങളുണ്ട്. ഇപ്പോഴും ഈ നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായി. പക്ഷേ ഇപ്പോഴും ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ നിമിഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. സ്മൃതി, കുറ്റകൃത്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതാണ്, അതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ജാമ്യം ഇന്ന് കോടതി നിഷേധിച്ചിരിക്കുന്നത്. അതെ, രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കോടതി കണ്ടെത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഗർഭഛിദ്രം സ്വന്തം താല്പര്യപ്രകാരം, അതായത് യുവതിയുടെ സ്വന്തം താല്പര്യപ്രകാരം എന്ന വാദം ആദ്യം വെച്ചു. പിന്നീട് കൺസെൻഷ്യൽ എന്ന രീതിയിലേക്ക് പിന്നീട് ആ വാദം മാറ്റുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ തിരിച്ചു വാദിക്കുകയാണ് അത് ഫോഴ്സ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. ആ ഗർഭഛിദ്രം ഫോഴ്സ്ഫുൾ ആയിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്നുള്ളതാണ്. 3 തെളിവുകളാണ് മുന്നോട്ട് വെച്ചത്. യുവതിയുടെ മൊഴി, രണ്ടാമത്തത് ഡോക്ടർമാരുടെ മൊഴി, മൂന്നാമത്തത് മെഡിക്കൽ രേഖകൾ. ഈ 3ഉം നിർണായകമായിട്ടുണ്ട് കോടതിയെ സംബന്ധിച്ച്. മറ്റൊന്ന്, സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പോഴും സ്വാധീനത്തിലാണല്ലോ ഒളിവിൽ കഴിയുന്നത് 8ാം നാളിലും. അത് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. രണ്ടാമത്തെ കേസിലെ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട, അതായത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്ന വാദം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അതോടൊപ്പം CPM-മായി ചേർന്നുകൊണ്ട് കോൺഗ്രസ് MLA ആയ തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ രണ്ടാമത്തെ പരാതി എന്ന് പറയുന്ന FIR ഇട്ടതെങ്ങനെയാണ്? രണ്ടാമത്തെ പരാതി കിട്ടി 1 മണിക്കൂറിനുള്ളിൽ KPCC പ്രസിഡന്റ് അതെടുത്ത് DGP-ക്ക് കൈമാറുകയാണ്. അങ്ങനെ കൈമാറിയ പരാതി, അതിലെ മുഴുവൻ വിവരങ്ങൾ കോടതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല. പക്ഷേ അത് കൈമാറി എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും എന്നുള്ളതാണ്. അത് കൈമാറുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് തെളിയുകയാണ്. ആ നിലയ്ക്കാണ് ആ കേസ് കൂടി, രണ്ടാമത്തെ FIR കൂടി നിർണായകമായിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും പൊളിക്കാൻ സാധിച്ചിരിക്കുന്നു പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. ഹരി നമുക്കൊപ്പം തുടരുന്നുണ്ട്. സുജയ. ഹരിമോഹൻ, SIT-യുടെ നീക്കങ്ങൾ എന്താണെന്നതാണ് അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനായി ഹോസ്ദുർഗ് കോടതി സമയം കഴിഞ്ഞതിന് ശേഷവും ഒരുങ്ങുന്ന സന്നാഹങ്ങൾ നൽകുന്ന സൂചന എന്താണ്? സുള്ളിയ വരെയുള്ള ലൊക്കേഷൻ ട്രാക്കിംഗ് അല്ലെങ്കിൽ അവിടെ വരെയുള്ള സഞ്ചാരപാത സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട്. അതിനുശേഷം കടന്നു കളഞ്ഞോ, കീഴടങ്ങാൻ വരികയാണോ, കസ്റ്റഡിയിലാണോ? സുജയ, ഏറ്റവും ഒടുവിലായി അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം കുടക് വരെ രാഹുൽ എത്തിയതായി അന്വേഷണ സംഘം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് കാസർകോട്ടേക്ക്, അതായത് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷെ അതിനുശേഷം ഈ സെഷൻസ് കോടതിയിൽ നിന്നുള്ള ഉത്തരവ് ഏറെ വൈകുകയും ചെയ്തു. അതിനാൽ ഇന്ന് ഹൈക്കോടതിയിലേക്കുള്ള നീക്കം നടന്നിട്ടുമില്ല. അതിനിടയ്ക്കാണ് ഈ അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നത്. കുടകിൽ നിന്ന് കാസർകോട്ടേക്ക് രാഹുൽ നേരത്തെ തന്നെ പുറപ്പെട്ടിരുന്നു. കാസർഗോഡ് എത്തി കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു നീക്കത്തിലേക്ക് രാഹുൽ കടക്കുന്നു എന്നുള്ള വ്യക്തമായ വിവരം തന്നെയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നുള്ളതാണ് SIT പറയുന്നത്. അതൊരു സൂചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഊഹാപോഹമോ അല്ല, കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിനെ അവിടെ വിന്യസിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് കസ്റ്റഡിയിലായിട്ടില്ല എന്ന ഔദ്യോഗിക ഭാഷ്യമായിക്കൊണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നു. മറിച്ച് കീഴടങ്ങാൻ എത്തുന്ന രാഹുലിനെ കോടതിയിൽ എത്തും മുമ്പ് തന്നെ പിടികൂടുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഇതുവരെ രാഹുൽ കീഴടങ്ങാൻ എത്തിയിട്ടില്ല. കൂടുതൽ പോലീസ് സന്നാഹം അവിടെ എത്തുന്നു, മാധ്യമങ്ങൾ എത്തുന്നു, പ്രതിഷേധക്കാർ എത്തുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഒരുപക്ഷെ ആ നീക്കം ഉപേക്ഷിച്ചിരിക്കാമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. സുള്ളിയിൽ നിന്ന് കുടകിലേക്ക് നേരത്തെ മാറി എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് അല്പം സമയം മുമ്പ് ലഭിക്കുകയും അതിനുശേഷം കാസർഗോഡേക്ക് എത്തുകയും ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിലായി അവരുടെ പക്കൽ ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ ചില ആളുകളെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം 4 പേരോളം കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. രാഹുലിനെ പല ഘട്ടങ്ങളിലായി സഹായിച്ചിട്ടുള്ള ആളുകൾ, അവരിൽ നിന്നൊക്കെ
ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് സഹായം കിട്ടിയ മേഖലകൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് സഹായം നൽകിയിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ അവർ ശേഖരിച്ചത്. നിലവിൽ ഒരു വാഹനം അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. അവയൊക്കെ തന്നെ അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തിക്കും എന്നുള്ളത് കൂടി അറിയുകയാണ്. കസ്റ്റഡിയിൽ എടുത്തത് ഹോണ്ട അമൂൾസ് വാഹനമാണ് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരികയാണ്. ഫസലും ആൽവിനും ചേർന്നാണ് രാഹുലിന് വേണ്ട സഹായങ്ങൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ വരെ ചെയ്തത്. പക്ഷേ ബാംഗ്ലൂരിൽ കൃത്യമായ സന്നാഹങ്ങൾ രാഹുലിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. റിസോർട്ടിന്റെയും ചില റിസോർട്ട് ഉടമകൾ അല്ലെങ്കിൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട മാഫിയകൾ, ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ, ഇവരുമൊക്കെയായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവർ ആണ് രാഹുലിനെ സഹായിക്കുന്നത്. കൃത്യമായി ഭക്ഷണവും വാഹനവും ഫോണും സിമ്മുകളും ഒക്കെ മാറി മാറി ഉപയോഗിക്കാൻ രാഹുലിന് കഴിയുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതായത് കസ്റ്റഡി ലഭിച്ച ആളുകളെ ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം അവരിൽ നിന്ന് ആവശ്യത്തിന് വിവരം ലഭിക്കുന്നു. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സുള്ളിയിലേക്കും പിന്നീട് കുടകിലേക്കുമൊക്കെ രാഹുൽ നിരന്തരം നീങ്ങുകയാണ്. അതായത് മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഇതിന്റെ ഇടയ്ക്ക് ഫോൺ ഓൺ ആയ സമയത്താണ് ചില വിവരങ്ങൾ കൂടി അധികമായിട്ട് ലഭിക്കുന്നത്. അതായത് കാസർഗോട്ടേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരം ആ സമയത്ത് പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെയാണ് ഹോസ്ദുർഗ് കോടതിക്ക് മുൻപാകെ വലിയൊരു പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും രാഹുൽ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ നീക്കം ഉപേക്ഷിച്ചോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത്. ഈ വിധി വായിച്ചു നോക്കുമ്പോൾ ജിമ്മി, അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ റേപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെയും പ്രോസിക്യൂഷന് വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു പരാമർശം വിധിയിലുണ്ട്. അതായത് ഈ സമയം വരെയും വേണ്ടത്ര മെറ്റീരിയലുകൾ റേപ്പ് അഗെയിൻസ്റ്റ് കൺസെന്റ് എന്ന് പറയുന്നതായിട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ അതേസമയം ഈ നിർബന്ധിത ഗർഭഛിദ്രത്തിന് തെളിവുകൾ ഉണ്ട് താനും. അതുകൊണ്ട് അത് തന്നെയാണ് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിക്കുക, മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, രണ്ടാമത് കൊടുത്ത FIR ഈ കേസിൽ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ഇൻ ദീസ് കേസസ് മാറ്റർ ഓഫ് ആന്റിസിഡന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനി അടുത്ത ജാമ്യഹർജി പരിഗണിക്കുമ്പോഴേക്ക് അത് ഒരു ആന്റിസിഡന്റ് ആവും. കാരണം അപ്പോഴേക്ക് ഈ പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ രേഖപ്പെടുത്താത്തത്തോളം രണ്ടാമത്തെ FIR ഈ കേസിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഒരു അലജ്ഡ് റേപ്പിസ്റ്റിന് കൊടുക്കാവുന്ന പരമാവധി കൺസിഡറേഷൻ കൊടുത്ത ഒരു കോടതി നടപടിയാണ് നടന്നതെന്ന് പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കാര്യങ്ങളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട്, ഒന്ന് പ്രധാനപ്പെട്ട കാര്യമായി കോടതി പറയുന്നത് റേപ്പ് എന്ന് പറയുന്ന അലിഗേഷൻ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന്. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത് ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ സ്ഥലമില്ല, പരാതിക്കാരിയുടെ പേരില്ല, എവിടെ വെച്ചാണ് ഈ സംഭവങ്ങൾ തുടങ്ങിയതെന്ന് പറയുന്നില്ല. ഇതൊന്നുമില്ലാത്തത് കൊണ്ട് അതും ഈ കേസിലെ പ്രതി എന്ന് പറയുന്നയാൾ മുൻപ് കുറ്റം ചെയ്ത ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് പറയാനും യാതൊരു തരത്തിലും ഞങ്ങൾ തുനിയുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ വേണമെന്നോ വേണ്ട കാര്യമാണ്. കസ്റ്റഡിയിൽ ഇല്ലാതെ തന്നെ MLA ആണ്, ഇയാൾ എങ്ങോട്ടും ഓടിപ്പോകാൻ പോകുന്നില്ല, എപ്പോൾ വേണമെങ്കിലും ഹാജരാകാം. അതൊന്നുമല്ല കാരണം. ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം, ശിക്ഷിക്കപ്പെട്ടാൽ കിട്ടാവുന്നത് വളരെ ഗുരുതരമായ ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായ കുറ്റം ചെയ്ത ഒരാൾക്ക് കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ വേണ്ടെങ്കിലും അയാൾ ജാമ്യം നിഷേധിക്കപ്പെടാനുള്ള എല്ലാ ഗ്രൗണ്ടുമുണ്ട്. ഒന്ന്. രണ്ട്, മനഃപൂർവ്വം ഗർഭഛിദ്രം നടത്തിച്ചു എന്നത് പൂർണ്ണമായും തെറ്റാണെന്നും, ഗുളികയല്ലേ, സ്ത്രീയുടെ കൈയല്ലേ, സ്ത്രീയുടെ ശരീരമല്ലേ, സ്ത്രീ തന്നെ ഗുളിക കഴിച്ചു, വെള്ളം കുടിച്ചു എന്ന് അവർ തന്നെ പറയുന്നില്ല എന്നതിനെ ഖണ്ഡിച്ചുകൊണ്ട് കോടതി പറയുന്നു, എങ്ങനെയാണ് കൺസെന്റ് കൊടുക്കുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മനഃപൂർവ്വമായ ഭീഷണിയോ മറ്റെന്തെങ്കിലും പ്രലോഭനമോ കൊണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് അവരുടെ അനുവാദം വാങ്ങിച്ചെങ്കിൽ അത് അനുവാദമായി കണക്കാക്കാനാവില്ല. എന്ന് വെച്ചാൽ റേപ്പ് എന്നത് തെളിയിക്കാനായിട്ടില്ലെങ്കിൽ പോലും, തൽക്കാലം തെളിയിക്കാനായിട്ടില്ലെങ്കിൽ പോലും, മനഃപൂർവ്വമായ ഗർഭചിത്രം എന്നുള്ളതിന് വ്യക്തമായ ഗ്രൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസിൽ കോടതി കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരു കാര്യം കൂടി കോടതി എടുത്തു പറയുന്നുണ്ട്. ഈ റേപ്പ് നടന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള അടക്കമുള്ള മുഴുവൻ തെളിവുകളുടെയും കേന്ദ്രം നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഫോണാണ്. ഒരുപാട് പേരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ഫോണാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കയ്യിലിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം കിട്ടിയാൽ പോരാ, ഞാൻ ഈ രാത്രിയിൽ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഫോണും നിർബന്ധമായും പോലീസിന്റെ കയ്യിൽ കിട്ടണം. ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് കാലത്തെ ആശയവിനിമയങ്ങൾ, ഒരുപാട് കാലത്തെ ഐക്ലൗഡിലെ സ്റ്റോറേജ്, ഇതെല്ലാം കോടതിക്കും പോലീസിനുമൊക്കെ വളരെ നിർണായകമായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം പോലീസ് കാത്തിരിക്കുന്നത്, SIT കാത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോണിലാണ്. സ്മൃതി, നമുക്കിപ്പം ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട്. ശ്യാം ദേവരാജ്, ഈ വിധിയിലൂടെ കടന്നു പോകുമ്പോൾ നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഒരു റേപ്പ് അക്യൂസ്ഡിന് ലഭിക്കാവുന്ന എല്ലാവിധമായിട്ടുള്ള കൺസിഷൻസും ഈ പറയുന്ന വിധിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാന്റ് ചെയ്യുന്നതിന് തടസ്സമായി നിന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്
ഈ നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറയുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അർത്ഥത്തിൽ വലിയ കുരുക്കായി മാറിയിട്ടുണ്ട്. മാത്രമല്ല രണ്ടാമത് ഫയൽ ചെയ്ത FIR ഈ കേസിൽ പരിഗണിച്ചിട്ടില്ല. അത് ഈ കുറ്റവാളിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെ വെളിവാക്കുന്നതല്ല. കാരണം ആ കേസിന്റെ പ്രിലിമിനറി സ്റ്റേജിലാണ്, ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചത് ഏതൊക്കെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഷാം? ഡോക്ടർ അരുൺ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ബലാത്സംഗം അല്ലെങ്കിൽ ഒരു സ്ഥിരം കുറ്റവാളി എന്ന പരിഗണന തൽക്കാലം അല്ലെങ്കിൽ അത്തരമൊരു വാദം, പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദം തൽക്കാലം കോടതി പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇതിൽ പറയുന്നത് ഈ രണ്ടാമത്തെ പരാതിയുടെ അത് സംബന്ധിച്ച വാദം ഇപ്പോൾ പരിഗണിക്കാനാവില്ല, അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ മാത്രമാണ്. മാത്രമല്ല അതിലെ പരാതി സംബന്ധിച്ച ചില വ്യക്തതകൾ ഇനിയും വരാനുണ്ട്. ഒന്ന്, പരാതി ഈ സംഭവിച്ചത് ഈ രണ്ടാമത്തെ ആൾ നൽകിയ പരാതിയിലെ അതിനാധാരമായ സംഭവം എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്നതിലടക്കം, മാത്രമല്ല ഈ പരാതിക്കാരിയുടെ ആധികാരികത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ കുറ്റകൃത്യം ഇതിൽ ഈ മുൻകൂർ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു കാരണമായി കോടതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ല. ഡോക്ടർ അരുൺകുമാറും ഒക്കെ സൂചിപ്പിച്ചത് അക്കാര്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിൽ ഗർഭഛിദ്രത്തിന്റെ കാര്യം വരുമ്പോഴാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി നിരീക്ഷിക്കുന്നത്. അതായത് നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. പരാതിക്കാരിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഗർഭഛിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു എന്ന കാര്യവും കൂടി ഇതിലുണ്ട്. പരാതിക്കാരിയെ സമ്മർദ്ദപ്പെടുത്തിയാണ് ഗർഭഛിദ്രം നടത്തിയതെന്ന വാദവും കൂടി പ്രോസിക്യൂഷൻ ഉയർത്തുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഒരു ജീവിതം ലഭിക്കുമെന്ന് കരുതിയാണ് ഗർഭഛിദ്രത്തിന് സമ്മതിച്ചത്. അതായത് ഒരു നിർബന്ധം അവിടെ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇതിൽ ആദ്യ ലൈംഗിക ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്ന് പരിഗണിക്കാം. പക്ഷെ അതിനിപ്പുറത്തേക്ക് നിരന്തരമായി, അതായത് ഭീഷണിപ്പെടുത്തിയടക്കം ബലാത്സംഗം ചെയ്യുന്നു, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ബലാത്സംഗം ചെയ്യുന്നു, ഈ ദൃശ്യങ്ങൾ, നഗ്ന ദൃശ്യങ്ങൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തുന്നു. അത് വെച്ചിട്ടാണ് അതിജീവിതയെ വീണ്ടും ഈ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത്, നിർബന്ധിക്കുന്നത്, തുടർന്ന് ബലാത്സംഗം ചെയ്യുന്നത്. അതാണ് കോടതി അതിൽ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അടിവരയിടുന്നത്. അത് ആദ്യത്തേത് ഇതൊരു കൺസെന്റോട് കൂടിയുള്ള ശാരീരിക ബന്ധമാണെന്ന് കണക്കാക്കുമെങ്കിലും തൊട്ടടുത്തത് മറ്റുള്ളവയൊന്നും അങ്ങനെയല്ല എന്നൊരു നിരീക്ഷണം കോടതി ഈ ഉത്തരവിൽ നടത്തുന്നുണ്ട്. മറ്റേത് ഗർഭഛിദ്രത്തിന്റെ കാര്യവുമാണ്. പക്ഷെ രാഷ്ട്രീയ ആരോപണത്തെ സംബന്ധിച്ച് കോടതി ഇതിൽ നിരീക്ഷിക്കുന്ന ഒരു കാര്യം, അത് ഈ ഘട്ടത്തിൽ കോടതി ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ പിന്നിലാണ് ഈ ഇങ്ങനൊരു പരാതി വന്നത് എന്നതിനെയും കോടതി ഈ ഘട്ടത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായി ഈ നിലവിൽ സംഭവിച്ച ഒന്നാമത്തെ പരാതിക്കാരിയുടെ പരാതിയുടെയും കൃത്യമായ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം വ്യക്തമാണ്. നമുക്കൊരു ഇടവേള ആവശ്യമുണ്ട് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ്. രണ്ടാമത്തെ പരാതിക്കാരി മൊഴി നൽകും എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിത്തീരും. കാരണം ഇതിൽ പറയാത്ത കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ടാമത്തെ പരാതിയിലുണ്ട്. ഇതിൽ കൺസെൻഷ്വലാണ് ബന്ധമെന്ന് പറഞ്ഞാൽ പോലും രണ്ടാമത്തെ കൺസെൻഷ്വലാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. പരാതി അങ്ങനെ തന്നെയാണ്. പരാതി അങ്ങനെയാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത തീരുമാനം